വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് പഠിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ കുറച്ച് കോൺസെപ്റ്റ്സ് പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റിയിൽ എന്താ പറയുന്നത്? ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉള്ള എൻറ്റിറ്റീസാണ് അല്ലേ, വേറിട്ട് നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങൾ, ഓണറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റോ, ബിസിനസ് ഒരു ഗോയിങ് കൺസേൺ ആണ്. അതായത് ബിസിനസ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ അങ്ങനത്തെ ഒരു അസംഷൻ, ഒരു സങ്കല്പത്തിലാണ് പോകുന്നത്. ബിസിനസ് കുറേ കാലം നിലനിൽക്കും, ഈ അടുത്തൊന്നും അടച്ചു പൂട്ടില്ല എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ അക്കൗണ്ടിങ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? മണി വാല്യൂവിൽ മാത്രമേ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊരു ട്രാൻസാക്ഷൻ്റെയും മണി വാല്യൂ, മണി മെഷർമെൻറ്റ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പീരീഡ് ഫോർ വിച്ച് ദ അക്കൗണ്ടിങ് വർക്ക് ഇസ് ഡൺ. അതായത് നോർമലി ഒരു ടൈം ഇൻ്റർവൽ ഉണ്ട്, ഒരു കാലയളവുണ്ട്. ഒരു വർഷമാണ് നോർമൽ കേസിൽ നമ്മൾ എടുക്കാറുള്ളത്. അതൊന്നെങ്കിൽ ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 വരെ ആവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ 1 ഏപ്രിലിൽ തുടങ്ങി അടുത്ത വർഷത്തെ 31 മാർച്ച് വരെ ആവാം. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു ടൈം ഇൻ്റർവൽ സെറ്റ് ചെയ്തിട്ടാണ് ഓരോ വർഷം നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും ലോസും ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് പീരീഡിൽ പറയുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കോൺസെപ്റ്റാണ്. അതിൽ ആദ്യത്തേതാണ് കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് അതിനെ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? This concept requires that all assets are recorded in the books of accounts at their purchase price, which includes cost of acquisition, transportation, installation cost, cost of making assets ready to use. അപ്പോൾ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ കോസ്റ്റ് കോൺസെപ്റ്റ് വരാൻ കാരണം എന്താണ്? നമ്മൾ ഏതൊരു ബിസിനസ്സിലെ ഏതൊരു അസറ്റ്സും ബിസിനസ്സിൻ്റെ അക്കൗണ്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർച്ചേസ് പ്രൈസിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ പെർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പല കോസ്റ്റുകളാണ്. ഒന്ന് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ, അത് എക്വയർ ചെയ്യാനുള്ള കോസ്റ്റ്. പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ്, പ്ലസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് അസെറ്റ് റെഡി ടു യൂസ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം പ്ലാന്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നമ്മളുടെ ബിസിനസ് യൂണിറ്റിൽ നമുക്കത് ഒരു മെഷീനറി, അതിന് വേണ്ട മെഷീനറിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. അപ്പോൾ അത് എന്തൊക്കെ കോസ്റ്റുകളാണ് അതിൽ വരുന്നത് നോക്കാം. അപ്പോൾ ആ ഒരു അസെറ്റ്, അതിന് വേണ്ട ആ പ്ലാന്റിലേക്ക് വേണ്ട മെഷീനറിയും എക്വിപ്മെൻറ്റ്സും വാങ്ങാൻ, അതായത് ആ അസെറ്റ്സ് വാങ്ങാൻ എന്തൊക്കെ കോസ്റ്റ് വരും നോക്കുക. ഒന്ന്, അത് എക്വയർ ചെയ്യാനുള്ള കോസ്റ്റ്, അതായത് ആ മെഷീനറി അല്ലെങ്കിൽ ആ എക്വിപ്മെൻറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്വിപ്മെൻറ്റ്സ് വാങ്ങാനുള്ള വില, കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ പ്ലസ് പിന്നെ അത് നമ്മൾ വാങ്ങുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും അല്ലേ. അത് വാങ്ങുന്ന സമയത്ത് അത് എവിടെ നിന്നാണോ നമുക്ക് ആ സാധനം കിട്ടുന്നത് അവിടെ നിന്ന് നമ്മളുടെ ബിസിനസ് യൂണിറ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതിൽ എന്തുണ്ടാവും? അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. പ്ലസ് നമ്മൾ ആ ബിസിനസ് യൂണിറ്റിൽ ഈ വന്ന മെഷീനറിയും എക്വിപ്മെൻറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. അതൊക്കെ സെറ്റപ്പ് ചെയ്യണം. അത് പ്രൊഡക്ഷൻ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അതിൽ വരും. പ്ലസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് അസെറ്റ്സ് റെഡി ടു യൂസ്. പിന്നെ ആ അസെറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം അത് വർക്കിംഗ് കണ്ടീഷനിലാവില്ല. അതിന് വേണ്ട ഇലക്ട്രിസിറ്റി, അതിന് വേണ്ട വാട്ടർ സപ്ലൈ, മറ്റ് കണക്ഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അത് റെഡി ടു യൂസ് ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും ഒരു കോസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എല്ലാ കോസ്റ്റും കൂടിയതാണ് ആ അസെറ്റിൻ്റെ പെർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു അസെറ്റ് നമ്മൾ ബിസിനസ്സിലേക്ക് വാങ്ങുമ്പോഴും അതിൻ്റെ പെർച്ചേസ് പ്രൈസിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. അത് പർച്ചേസ് ചെയ്യാൻ പല കോസ്റ്റുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
ഇനി കോസ്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് അത് എക്വയർ ചെയ്യാനുള്ള കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് എസെറ്റ് റെഡി ടു യൂസ്. ഇനി അടുത്തത് എന്തുകൊണ്ടാണ് അതിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയാൻ കാരണം? നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ? പാസ്റ്റ് ഇവൻറ്റിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. The cost is historical in nature because it records past information, that is after it is incurred. അതായത് ആ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്തതിന് ശേഷം അല്ലേ, ആ കോസ്റ്റ് അവിടെ ഇൻകർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് അത് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അത് കോസ്റ്റ് അതിന് നമ്മൾ വേണ്ടി ചിലവാക്കിയതിന് ശേഷം അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വാങ്ങുമ്പം ആ ഒരു ചിലവ് വന്നതിന് ശേഷമാണ് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ചിലവ് വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? പാസ്റ്റ് ഇൻഫർമേഷൻ ആണ് അല്ലേ. അപ്പോൾ അത് ഹിസ്റ്ററി ആയി. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആറാമത്തത് ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡുവാലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം നമ്മൾ പറഞ്ഞു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്, അത് ഈ ഒരു ഡുവാലിറ്റി കോൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഡുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അല്ലെങ്കിൽ രണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡുവാലിറ്റികൾ ഉദ്ദേശിക്കുന്നത് എന്താ നോക്കാം. എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാവ് ഡുവൽ അല്ലെങ്കിൽ ടു എഫക്ട്സ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഡുവൽ എഫക്റ്റ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റ്, അതായത് റിസീവിങ് ആസ്പെക്റ്റ്. പിന്നെ രണ്ടാമത്തെ എഫക്റ്റ് ഏതാണ്? ക്രെഡിറ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഗിവിങ് ആസ്പെക്റ്റ്. ഡബിൾ എൻട്രി സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്താലും അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. അതിന് നമുക്ക് രണ്ട് എഫക്റ്റ് കാണാൻ സാധിക്കും. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും രണ്ടാമത്തത് ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസീവിങ് ആസ്പെക്റ്റാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നൊരു ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഗിവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഈ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ്ഡ് ആയിട്ട് അത് പറയുന്നുണ്ട് ഓരോ ഡെബിറ്റിനും അതിന് തുല്യമായിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, ഒരു ഡെബിറ്റ് ഇപ്പോൾ ഒരു 10,000 10,000 ഡെബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10,000 ക്രെഡിറ്റ് ഉണ്ടാവും. ഒരു 20,000 ഡെബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് ഒരു 20,000 ക്രെഡിറ്റ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് അതിനെ ബേസ്ഡ് ആയിട്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷന് നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണ്? എസെറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെറ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് ബാക്കിയുള്ള രണ്ട് ഡിറൈവ് ചെയ്യാം. ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എസെറ്റിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ കിട്ടി. അതുപോലെ ലയബിലിറ്റീസ് കാണണമെങ്കിലോ എസെറ്റിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ക്യാപിറ്റൽ കുറച്ചാൽ മതി. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിളിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2,000. ഇപ്പോൾ ബിസിനസ്സിലേക്ക് നമ്മൾ 2,000 റുപ്പീസിൻ്റെ ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനും ആ രണ്ട് എഫക്റ്റ് ഉണ്ടാവണ്ടേ? ഡുവൽ എഫക്റ്റ് ഉണ്ടാവണ്ടേ? അപ്പോൾ ഏതൊക്കെയാണ് എഫക്റ്റ് നോക്കാം. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പം ബിസിനസ്സിലേക്ക് ഗുഡ്സ് വരികയാണ് അല്ലേ, റിസീവ് ചെയ്യുകയാണ്. ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വരികയാണ്. ഈ ഗുഡ്സ് വാങ്ങണമെങ്കിൽ ബിസിനസ്സിൽ നിന്ന് എന്ത് പോകണം? ക്യാഷ് പുറത്തേക്ക് പോകണ്ടേ? ക്യാഷ് കൊടുത്താലല്ലേ ഉള്ളൂ നമുക്ക് ഗുഡ്സ് ബിസിനസ്സിലേക്ക് വരിക അല്ലേ. അപ്പോൾ രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ഏതാണ്? ഒന്ന് പർച്ചേസസ് ആസ്പെക്റ്റ്, അതിന് നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് പറയുക. അതുപോലെ രണ്ടാമത്തെ ആസ്പെക്റ്റ് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ആ ക്യാഷ് പോകുന്ന ആ ഒരു ആസ്പെക്റ്റാണ്. ഇനി ഇതിലേതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് നമുക്ക് തീരുമാനിക്കണം. പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ബിസിനസ്സിലേക്ക് വരികയാണ് അല്ലേ, റിസീവ് ചെയ്യാണ്. ഗുഡ്സിനെ ബിസിനസ്സിൽ ഗുഡ്സ് റിസീവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? അതിന് ക്യാഷ് കൊടുക്കണം അല്ലേ. അപ്പോൾ ക്യാഷ് ബിസിനസ്സിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ക്യാഷ് പോകുന്ന ആ ഒരു ആസ്പെക്റ്റാണ്. ഇനി ഇതിലേതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് നമുക്ക് തീരുമാനിക്കണം. പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ബിസിനസ്സിലേക്ക് വരികയാണ് അല്ലേ, റിസീവ് ചെയ്യാണ്. ഗുഡ്സിനെ ബിസിനസ്സിൽ ഗുഡ്സ് റിസീവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? അതിന് ക്യാഷ്
അല്ലേ? ഗുഡ്സ് ബിസിനസ്സിലേക്ക് വരികയാണ്, ക്യാഷ് ബിസിനസ്സിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഗിവിങ് ആസ്പെക്റ്റ് ഏതാണ്? ക്യാഷാണ്, അല്ലേ? ബിസിനസ് ഏതാ കൊടുക്കുന്നത്? ക്യാഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും നമുക്ക് ഈ രണ്ട് എഫക്റ്റ് കാണാൻ പറ്റും. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന വേറൊരു രീതിയാണ് റിസീവിങ് ആസ്പെക്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്, അതായത് ഗിവിങ് ആസ്പെക്റ്റ്. അടുത്തതാണ് ഏഴാമത്തെ റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ്. റവന്യൂ അതായത് വരുമാനം എപ്പോഴാണ് കിട്ടി അല്ലെങ്കിൽ റിയലൈസ് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് റവന്യൂ റിസൾട്ട്സ് ഔട്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിന് റവന്യൂ കിട്ടുന്നത് ഏത് വഴിയാണ്? ഗുഡ്സും സർവീസസും സെല്ല് ചെയ്യുമ്പോൾ, വിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത്, അല്ലേ? നമുക്ക് സെയിൽസിലൂടെയാണ് ഏറ്റവും കൂടുതൽ, സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റവന്യൂ ഉണ്ടാകുന്നത്. ഇനി എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു അല്ലെങ്കിൽ റിയലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്? അതിൽ പറയുന്നത് റവന്യൂ ഇസ് റിയലൈസ്ഡ് ഇൻ മണി ഓർ മണി ഈസ് വർത്ത് ഓർ വെൻ സം ലീഗൽ ഒബ്ലിഗേഷൻ ടു പേ ഹാസ് ബീൻ അസ്യൂംഡ് ബൈ ദ ബയർ. ഇപ്പോൾ റവന്യൂ എപ്പോഴാണ് റിയലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുക? ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആ റവന്യൂ, ആ ഒരു ട്രാൻസാക്ഷൻ്റെ മണി അല്ലെങ്കിൽ മണി ഈസ് വർത്ത് നമ്മളുടെ കയ്യിൽ എത്തണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു സെയിൽസിലൂടെ റവന്യൂ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മളൊരു ക്യാഷ് സെയിൽസ് നടത്തി. ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഏതാണ്? ക്യാഷായിട്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാവുന്നുണ്ട്. സാധനം നമ്മൾ വിൽക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ക്യാഷാണ് ഇവിടെ വരുമാനം. അപ്പോൾ ക്യാഷായിട്ട് നമുക്ക് മണി ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയാവാം. നമ്മളിപ്പോൾ കടത്തിനാണ് വിൽക്കുന്നതെങ്കിലോ, കടത്തിനാണെങ്കിൽ വിൽക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ബയർ പറയും ഇന്ന ഡേറ്റിന്, ഒരു 2 മാസം കഴിഞ്ഞ് ഇന്ന ഡേറ്റിന് ഞങ്ങൾ അതിൻ്റെ ക്യാഷ് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവർ വെക്കും. അപ്പോൾ അങ്ങനെ തരാം എന്നുള്ളൊരു ലീഗൽ ഒരു നിയമത്തിൻ്റെ മുന്നിൽ നമുക്കത് ഒരു എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബില്ലോ ഇൻവോയ്സോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ലീഗൽ എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ക്യാഷ് കയ്യിൽ കിട്ടണമെന്നില്ല, പക്ഷേ ആ ഒരു ബയർ പറയുകയാണ് നിങ്ങൾക്ക് ആ ഒരു കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാശ് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു ലീഗൽ ഒബ്ലിഗേഷൻ അവർ തരുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലീഗലായിട്ടുള്ളൊരു ഉറപ്പ് തരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? റവന്യൂ റിയലൈസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മണി ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ ക്യാഷായിട്ട് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ബയർ എന്ത് അസ്യൂം ചെയ്യണം? അതിൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻ അവർ പണം അടച്ചോളാം എന്നുള്ളൊരു ലീഗൽ ഒബ്ലിഗേഷൻ അവർ അസ്യൂം ചെയ്യണം. ഈ 2 സാഹചര്യത്തിലും റവന്യൂ റിയലൈസ് ചെയ്തു അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയാം. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ ലൈക്ലി സെയിൽസ് ഓർ ആൻറ്റിസിപ്പേറ്റഡ് റവന്യൂസ് ആർ നോട്ട് കൺസിഡേർഡ്. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇപ്പം ഒരു ഉദാഹരണമായിട്ട് ഇപ്പം അങ്ങനെ പറയാണ്, ഒരു അടുത്ത മാസം ഒരു 60,000 രൂപൻ്റെ സെയിൽസ് നടക്കും, അല്ലെങ്കിൽ ഒരു 70,000 രൂപയ്ക്ക് നമ്മൾ റവന്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നങ്ങനെ ഒരു ഊഹാപോഹം എവിടെ നടക്കില്ല? അത് സെയിൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യില്ല. ഒന്നെങ്കിൽ അത് ക്യാഷായിട്ട് അതിൻ്റെ ആ ഒരു സെയിൽസിൻ്റെ ഒരു റവന്യൂ നമുക്ക് ക്യാഷായിട്ട് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ആ ബയർ ലീഗലി അവരൊരു ഉറപ്പ് കൊടുക്കണം, അതിൻ്റെ കാശ് ഇത്ര സമയത്തിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് എന്ന് പറയണം. അല്ലാതെ ഒരു ലൈക്ലി സെയിൽസ് നടക്കാൻ സാധ്യത ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഇത്ര റവന്യൂ ഏൺ ചെയ്യും എന്നുള്ളൊരു വെറുതെ ഒരു പ്രതീക്ഷൻ്റെ പുറത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതൊരു റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് ഒരു ട്രാൻസാക്ഷനായിട്ട് അത് ബുക്കിൽ എഴുതി വയ്ക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഇതും നമ്മൾ അക്കൗണ്ടിങ് വർക്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് of an accounting period are matched with the revenues of that period in order to ascertain the profit or loss. ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് അതേ ഒരു പ്രത്യേക വർഷത്തിൽ ഒരു ബിസിനസ്സിന് എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ വർഷത്തിലുള്ള റവന്യൂസ് ആയിട്ടായിരിക്കണം മാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് കാണുന്നത്? ഒരു ബിസിനസ്സിൽ ഒരു വർഷം നമ്മൾ എത്ര എക്സ്പെൻസ് ഉണ്ടായി, അതേ വർഷം എത്ര റവന്യൂസ് കിട്ടി എന്ന് നോക്കും. അതിൽ എക്സ്പെൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ആ വർഷം നഷ്ടം ഉണ്ടായി എന്ന് പറയും. റവന്യൂ കൂടുതലാണ് ആ വർഷമെങ്കിൽ അവിടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ട് എന്നാണ് പറയാം.
അപ്പം ഇവിടെ പറയുന്നതാണ് ഒരു കാര്യം മാത്രമാണ്, ഒരു വർഷത്തെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ അതേ വർഷത്തെ എക്സ്പെൻസസും അതേ വർഷത്തെ റവന്യൂവും തമ്മിൽ മാച്ച് ചെയ്യണം. പല വർഷങ്ങളിലെ റവന്യൂസും എക്സ്പെൻസസും തമ്മിൽ മിക്സപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇനി വേറെ കാര്യം കൂടി പറയുന്നുണ്ട്. ഓൾ റവന്യൂസ് ഏൺഡ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് ഇയർ വെദർ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ നോട്ട് ആൻഡ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് വെദർ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ നോട്ട് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വെൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദാറ്റ് ഇയർ. അതായത് എല്ലാ റവന്യൂസും അത് ഒരു പ്രത്യേക അക്കൗണ്ടിങ് ഇയറിൽ റിസീവ് ചെയ്തതോ അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യാൻ ഡ്യൂ ആയി കിടക്കുന്നതോ ആവാം. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വർഷത്തേക്ക് പേ ചെയ്തതോ അല്ലെങ്കിൽ പേ ചെയ്യാൻ ബാക്കി പെൻഡിങ്ങിൽ കിടക്കുന്നതും ആവാം. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഈ റവന്യൂസും എക്സ്പെൻസസിലും നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക അക്കൗണ്ടിങ് ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ റവന്യൂ എക്സ്പെൻസ് മാച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് ഒന്നെങ്കിൽ അത് റിസീവ് ചെയ്തതാവാം, അല്ലെങ്കിൽ അതേ വർഷത്തേക്ക് റിസീവ് ചെയ്യാൻ ബാക്കി കിടക്കുന്നതാവാം, അല്ലെങ്കിൽ ആ വർഷത്ത് പേയ്മെൻറ്റ് നടത്തിയതാവാം, എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തിയതാവാം, അല്ലെങ്കിൽ ഇനി പെൻഡിങ്ങിലുള്ള പേയ്മെൻറ്റ് ആ ഒരു വർഷത്തേക്ക് ബാധകമായതാവാം. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതേ വർഷം തന്നെ മാച്ച് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. It is because of this concept that adjustments are made for outstanding expenses, unearned incomes. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസസ് ഈ വർഷത്തേക്ക് ബാധകമാണ് പക്ഷേ ഇതുവരെ നമ്മൾ പേ ചെയ്തിട്ടില്ല. അൺഏൺഡ് ഇൻകംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വർഷത്തേക്ക് കിട്ടാനുള്ള ഇൻകമാണ് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസസും ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, അത് ഏത് വർഷത്തേക്കാണോ അത് ബാധകമായിട്ടുള്ളത്, ഏത് വർഷത്തേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എങ്കിൽ അതേ വർഷം തന്നെ നമ്മളത് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. താങ്ക് യു.